തീരും. മുബഷീർ പി അക്ബർ ചേരുന്നുണ്ട്. മുബഷീർ, വെരി ഗുഡ് മോർണിംഗ്. കെ എസ് ഹംസയുടെ ആത്മവിശ്വാസം കുറഞ്ഞത് തങ്ങളുടെ വോട്ടല്ല, അത് ലീഗിന്റെ വോട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ചെയ്യാതെ പോയ വോട്ട് ആരുടേത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചർച്ച. ലീഗിന്റെ പ്രവർത്തകർക്കിടയിൽ കേഡർ വോട്ടുകൾ കുറഞ്ഞതിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുണ്ടോ? എങ്ങനെയാണ് കെ എസ് ഹംസ പൊന്നാനിയിൽ ഈ വോട്ട് കുറവിനെ കാണുന്നത്? തനിക്ക് അനുകൂലമാണ് എന്ന് പറയുമ്പോഴും അത്ര ആത്മവിശ്വാസം പുലർത്തുന്നുണ്ടോ കെ എസ് ഹംസ? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഇരു മുന്നണികളും ഇടത് വലത് മുന്നണികൾ വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. കെ എസ് ഹംസയുമായി അദ്ദേഹത്തോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ചു വരുമെന്ന ഒരു പ്രതികരണമാണ് നമ്മളോട് നടത്തിയിട്ടുള്ളത്. മുസ്ലിം ലീഗിലെ വലിയൊരു വിഭാഗത്തിൻ്റെ വോട്ട് തനിക്ക് ലഭിച്ചിട്ടുണ്ട്. EK, മുജാഹിദ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ വോട്ടും തനിക്ക് ലഭിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിനോട് സ്വാഭാവികമായും യോജിപ്പില്ലാത്തവരുടെയൊക്കെ തന്നെ വോട്ട് തനിക്ക് ലഭിക്കുന്നതിലൂടെ അത് വിജയത്തിലേക്ക് നയിക്കുമെന്ന ഒരു ശുഭപ്രതീക്ഷയാണ് കെ എസ് ഹംസ വെച്ചു പുലർത്തുന്നത്. അബ്ദുൾ സമദ് സംസാരിയുമായി സംസാരിക്കുമ്പോഴും അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുമെന്ന ഒരു ആത്മവിശ്വാസമാണ് പങ്കുവെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ബൈറ്റ് തരാൻ സാധിക്കാത്തതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മുസ്ലിം ലീഗിൻ്റെ വലിയ ഒരു വിലയിരുത്തൽ യോഗം ഇന്നും പുരോഗമിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തുക എന്നുള്ളതാണ്. പൊന്നാനി ലോക്സഭാ മണ്ഡലം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിൽ നിന്ന് ചെറിയ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് കണക്കുകൾ പരിശോധിക്കുമ്പോൾ വസ്തുതയാണ്. അത് സ്വാഭാവികമായും ഈ ഒരു വോട്ടിംഗ് ചെയ്യാനെത്തിയ സമയത്തൊക്കെ തന്നെ ഉദ്യോഗസ്ഥർക്കുണ്ടായ പരിചയക്കുറവും അതുപോലെ തന്നെ ഈ ഒരു വോട്ടിംഗ് യന്ത്രങ്ങളുണ്ടായ തകരാറൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ശതമാനം കുറയാൻ കാരണമെന്നുള്ളതാണ് മുന്നണികൾ ചൂണ്ടിക്കാണിക്കുന്നത്. രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്കപ്പുറത്ത് അത്തരമൊരു ആരോപണമാണ് മുന്നണികൾ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചയായിരുന്നു ജുമാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതൽ ആളുകൾ പൊന്നാനി വിവിധയിടങ്ങളിൽ വോട്ട് ചെയ്യാനെത്തി. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് വിവിധയിടങ്ങളിൽ അനുഭവപ്പെട്ടിരുന്നു. പൊന്നാനി നിയമസഭാ മണ്ഡലത്തിലും തവനൂർ നിയോജക മണ്ഡലത്തിലും ഉൾപ്പെടെയാണ് വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും CPM-ന്റെ കേഡർ വോട്ടുകളാണ് കുറഞ്ഞിട്ടുള്ളത്. ഇത് CPM-ന് തിരിച്ചടിയാകുമെന്ന പ്രചാരണമാണ് മുസ്ലിം ലീഗ് ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ സജീവമായ പ്രവർത്തനം CPM നടത്തിയിട്ടില്ല എന്നൊരു വിലയിരുത്തലാണ് മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിശേഷം ഈ ഒരു വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ആളുകളെ പ്രത്യേക വാഹനം സജ്ജീകരിച്ച് എത്തിക്കാനോ അത്തരം നീക്കങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരമ്പരാഗത വോട്ടുകളൊന്നും തന്നെ KS ഹംസയ്ക്ക് ലഭിക്കില്ല. അത് സ്വാഭാവികമായിട്ടും അബ്ദുൾ സമദാനിക്ക് ലഭിക്കുന്നതിലൂടെ വലിയ ഭൂരിപക്ഷം തങ്ങൾക്ക് ലഭിക്കുമെന്നൊരു അവകാശവാദമാണ് UDF ഈ ഒരു ഘട്ടത്തിൽ. സമസ്തയുടെ നിലപാട് പൊന്നാനിയിലാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഇപ്പോൾ കെ എസ് ഹംസയോട് സംസാരിക്കുമ്പോൾ ഈ പൊന്നാനിയിലെ ടീം സമസ്ത ഓപ്പറേഷൻ വിജയകരമായി എന്നാണോ മനസ്സിലാക്കേണ്ടത്? അക്കാര്യത്തിൽ വലിയ ഒരു ശുഭാപ്തി വിശ്വാസമാണ് KS ഹംസ പ്രകടമാക്കുന്നത്. കാരണം CPM-ന്റെ കേഡർ സംവിധാനം എന്നതിനപ്പുറത്തേക്ക് സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ വലിയൊരു പിൻബലത്തോടു കൂടിയാണ് താൻ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചത്. അല്ലെങ്കിൽ ആ ഒരു മത്സരത്തിലൂടെ തനിക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന ഒരു പരോക്ഷ പ്രതികരണം KS ഹംസ നേരത്തെ നമ്മളോട് പ്രതികരിച്ച ആ ഒരു ബൈറ്റിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്, അത്തരമൊരു ആരോപണം എതിർപക്ഷത്തുള്ളവർ നടത്തുന്നുണ്ടെങ്കിൽ, അതായത് പൊന്നാനിയിൽ മത്സരിക്കാനെത്തിയത് ഇത്തരത്തിൽ സാമുദായിക സംഘടനകളുടെ പിന്തുണയോടുകൂടിയാണെങ്കിൽ അക്കാര്യത്തിൽ അത് UDF പറയുന്നുണ്ടെങ്കിൽ അതിനെ താൻ തള്ളി പറയുന്നില്ല. അതൊരു പോസിറ്റീവ് ഫാക്ടറായി തന്നെ കാണുന്നു എന്നാണ് KS ഹംസ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും അതിനെ സാധൂകരിക്കുന്ന ഒരു പ്രതികരണം അദ്ദേഹം നടത്തി എന്നുള്ളതാണ്. ടീം സമസ്ത പൊന്നാനി കൂട്ടായ്മ പോലെയുള്ള സമസ്തയുമായി ബന്ധമില്ലാത്ത സംഘടനകൾ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യക്ഷമായി തന്നെ പ്രചാരണ രംഗത്ത് കൊണ്ട് പ്രസ്താവന ഇറക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പിന്നീട് ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിനെ തള്ളി രംഗത്ത് വരികയും ചെയ്തു. എന്നാൽ ഉമർ ഫൈസി മുക്കത്തെ പോലെയുള്ള സമസ്തയുടെ മുഷാവറ അംഗമായ പ്രധാനപ്പെട്ട നേതാക്കൾ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. KS ഹംസയെ പിന്തുണച്ചുകൊണ്ടും LDF സ്ഥാനാർത്ഥികൾക്ക് വലിയ സാധ്യതയുണ്ടെന്ന് പ്രതികരണം നടത്തുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. സ്വാഭാവികമായും പൊന്നാനി ലോക്സഭാ മണ്ഡലം കേന്ദ്രീകരിച്ചാണ് ഈ നിലയിൽ ഈ സമസ്ത ആ ഒരു നിലയിലുള്ള സാമുദായിക വോട്ടുകളുടെ ധ്രുവീകരണമൊക്കെ തന്നെ നടന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. എന്നാൽ മുസ്ലിം ലീഗിന് അക്കാര്യത്തിൽ ഒരു ആശങ്കയും ഇല്ല എന്നുള്ളതാണ് അവരും വ്യക്തമാക്കുന്നത്. കാരണം അരിവാൾ ചുറ്റിക നക്ഷത്രം എന്നൊരു ചിഹ്നത്തിൽ ഒരു കാര്യത്തിലും ഒരു കാലത്തും ഇത്തരത്തിൽ EK സമസ്ത വിഭാഗത്തിന് സമസ്ത വിശ്വാസികൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നൊരു പ്രചാരണം അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസമാണ് UDF-ഉം പങ്കുവെക്കുന്നത്. മുബഷീറാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായി KS ഹംസ വിശ്വസിക്കുന്നത് സമസ്തയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ, സമസ്തയിലുള്ള ചെറിയ ലീഗിനോടുള്ള ചെറിയ നീരസം, ഇതൊക്കെ തനിക്ക് അനുകൂലമായിട്ടുണ്ട് എന്ന നിലപാടിലാണ് KS ഹംസ.